ഉണ്ടാക്കാം. ഇത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പൊ നമുക്ക് ബോണ്ട വീട്ടിൽ വേഗം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വേഗം പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ പോയാലോ? നമുക്ക് കിച്ചണിലേക്ക് പോവാം. ബോണ്ട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അതിന് 2 സവാള, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടി പൊടിയായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. പിന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കായം, ഉപ്പ്. പിന്നെ ഞാൻ സോഡാപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചേർക്കണ്ട, ഇഷ്ടമുള്ള ആൾക്കാർ ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അയമോദകം, വെള്ളം, വെളിച്ചെണ്ണ, കടുകും ഉഴുന്നും. ആദ്യം നമുക്ക് ബാറ്റർ റെഡിയാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി 2 കപ്പ് കടലമാവാണിത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ചേർക്കുന്നത് ബോണ്ടയ്ക്ക് ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ചേർക്കാം, ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ്. കുറച്ച് കായം, 1/4 മുതൽ 1/2 വരെ ആവും അയമോദകം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. സോഡാപ്പൊടി ഒരു 2 പിഞ്ച് ഇട്ടാൽ മതി. അത് ബോണ്ടയുടെ മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡാപ്പൊടി ആഡ് ചെയ്യണത്. നമുക്കിത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. ഈ ഒരു തിക്നെസ് മതി നമുക്ക് മാവിന്. നമുക്ക് മാവ് മാറ്റി വയ്ക്കാം, എന്നിട്ട് മസാല ഉണ്ടാക്കാം. ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വയ്ക്കാം. നമ്മുടെ പാൻ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ 2 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയാലും മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുകിടാം. കടുക് പൊട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. ഇതിപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. സവാള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇഞ്ചി ചേർക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കേണ്ടത്. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത പോലെ തന്നെ വെളുത്തുള്ളി മുറിച്ച് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി മഞ്ഞൾപ്പൊടി ചേർക്കാം.
ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചാൽ മതി. ഇപ്പോൾ ഇഷ്ടമുള്ള മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവായിരിക്കുള്ളൂ. നമ്മൾ സവാളയ്ക്ക് മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ബോൾസ് ആക്കി എടുക്കാം. തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള ബോളായാൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 20 ബോൾസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് 5 പൊട്ടറ്റോയിൽ നിന്ന് ഇനി നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസ് ബാറ്ററിലേക്ക് ഇട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുക്കാറുള്ളത്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇരുമ്പിൻ്റെ ചട്ടി എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ കണ്ടൻ്റൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയൺ കിട്ടുന്നതാണ് പല സ്ഥലത്തും വായിച്ചറിഞ്ഞിരിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് ഇരുമ്പ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടാം. നമ്മുടെ ബോണ്ടയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ എന്തിൻ്റെയോ ഇഷ്ടം വെച്ചാൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.